എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ എക്സസൈസ് 4.3 ആണ് ചെയ്തുകൊണ്ട് നിൽക്കുന്നത്. അപ്പോൾ അതിൽ ആറാമത്തെ ക്വസ്റ്റ്യൻ ആണ് ചെയ്യേണ്ടത്. ബാക്കി ഭാഗങ്ങൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം, അതിൻ്റെ ലിങ്ക്. അപ്പോൾ ഇതിൽ 4.3യിൽ ആറാമത്തെ ക്വസ്റ്റ്യൻ ആണ് നമുക്ക് ചെയ്യാനുള്ളത്. അപ്പം ഇഫ് ദ വർക്ക് ഡൺ ബൈ എ ബോഡി on application of a constant force is directly proportional to the distance traveled by the body. Express this in the form of an equation in two variables and draw the graph of the same by taking constant force as 5 unit. ഇവിടെ നമുക്ക് പറയാം. അപ്പോൾ നമ്മൾ വർക്ക് ഡൺ by a body on the application of constant force is directly proportional to the distance. Work done directly proportional to distance traveled എന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ വർക്ക് ഡൺ എന്തായിട്ട് എടുക്കുക? y ആയിട്ട് എടുക്കുക. വർക്ക് ഡൺ y. അതുപോലെ ഡിസ്റ്റൻസ് ട്രാവൽഡ് നമ്മൾ എന്തായിട്ട് എടുക്കുക? x ആയിട്ട് എടുക്കുക. ഡിസ്റ്റൻസ് ട്രാവൽഡ് ഈക്വൽ ടു x ആയിട്ട് എടുത്ത്. അതിനുശേഷം ഇവിടെ നമ്മൾ എന്താണ്? y ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു ഡിസ്റ്റൻസ് ട്രാവൽ ആണ്. അതിൽ നമ്മൾ ഈക്വൽ ടു എഴുതുമ്പോൾ ഇവിടെ എന്താണ്? കോൺസ്റ്റന്റ് ഫോഴ്സ് എന്തായിട്ടാണ് എടുക്കാൻ പറയുന്നത്? 5 യൂണിറ്റ് ആണ് എടുക്കാൻ പറയുന്നത്. അപ്പോൾ നമ്മൾ y ഈക്വൽ ടു 5x ആണ് നമ്മുടെ ഇക്വേഷൻ വരിക. കോൺസ്റ്റന്റ് ഫോഴ്സ് 5 ആയിട്ട് എടുക്കാം ഇങ്ങനെയല്ലേ പറയുന്നത്? ബൈ ടേക്കിംഗ് കോൺസ്റ്റന്റ് ഫോഴ്സ് ആസ് 5 യൂണിറ്റ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ y ഈക്വൽ ടു 5x. ഇനി ഇതിന് നമ്മൾ ഗ്രാഫ് വരയണം. ഗ്രാഫ് വരഞ്ഞതിന് ശേഷം നമ്മൾ ഡിസ്റ്റൻസ് ട്രാവൽ ബൈ ദ ബോഡി 2 യൂണിറ്റ് ആണെങ്കിൽ എത്രയാണ് y വരുന്നത് എന്നുള്ളത്, അതായത് വർക്ക് ഡൺ എത്രയാണ് വരുന്നത് എന്നുള്ളത് ഗ്രാഫ് എന്ന് കണ്ടുപിടിക്കണം. അതുപോലെ 0 യൂണിറ്റ് ആണെങ്കിലും അത് ഗ്രാഫ് എന്ന് കണ്ടുപിടിക്കാനാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഗ്രാഫ് വരയണമെങ്കിൽ ഇതിന്റെ പോയിന്റ്സ് കിട്ടണം. അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക? ആദ്യം പോയിന്റ്സ് കണ്ടുപിടിക്കുക. ഇതിലിപ്പോ നമ്മൾ കുറെ ഇക്വേഷൻ ഇതുപോലത്തെ നോക്കിയതാണ്. അതായത് y ഈക്വൽ ടു 4x, y ഈക്വൽ ടു 2x ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ എക്സും വൈയും എന്തായിരിക്കും? ഒറിജിനിലൂടെ പാസ്സാവും. നമ്മൾ പറഞ്ഞു വൈക്ക് 0 ആണ് കൊടുക്കുന്നതെങ്കിൽ എക്സ് 0 ആയിരിക്കും, എക്സിന് 0 ആണ് കൊടുക്കുന്നതെങ്കിലും y 0 ആയിരിക്കും. ഇപ്പൊ നമ്മൾ എക്സിന് 0 കൊടുത്ത് ഇപ്പൊ എന്ത് കിട്ടും? y 5 × 0 0 ആണ്. ഇനി അടുത്ത പോയിന്റ് നമ്മൾ എക്സിന് 1 കൊടുക്കുക. എക്സിന് 1 ആണ് കൊടുക്കുന്നതെങ്കിൽ നമുക്ക് y എന്ത് കിട്ടും? 5 കിട്ടും. ഇനി ഒരു പോയിന്റും കൂടി കണ്ടുപിടിച്ചു. 2 പോയിന്റിൽ വരയാൻ 2 പോയിന്റ് മതി, എന്നാലും നമുക്ക് ഒരു പോയിന്റും കൂടി കണ്ടുപിടിക്കാം. എക്സിന് 2 കൊടുക്കുക എന്ന് വിചാരിക്കും. എക്സിന് 2 ആണ് കൊടുക്കുന്നതെങ്കിൽ y എന്തായി? 10 ആയി. നമുക്ക് ഗ്രാഫ് വരയാം. ഇപ്പൊ ഇവിടെ 1 2 3 4 5 6 7 1 2 3 4 5. അപ്പോൾ ഇതില് ഒരു പോയിന്റ് 0 0. ഇന്നൊന്ന് നമ്മൾ x ആക്സിസിൽ 1ഉം y ആക്സിസ് 5ഉം ആണ്. അപ്പോൾ ഇവിടെ വന്ന പോയിന്റ് 1 5. പിന്നെ ഒന്ന് x ആക്സിസ് 2ഉം y ആക്സിസിൽ 10 ആണ്. ഇവിടെ ഗ്രാഫിൽ വരഞ്ഞാലേ നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. 7 8 9 10. അപ്പോൾ 2 10 ഇവിടെയാണ് നമ്മുടെ പോയിന്റ് വരുന്നത്. അപ്പോൾ നമ്മളെ ഗ്രാഫ് ഇങ്ങനെ വന്നു. നമ്മൾ ഇത് കറക്റ്റായിട്ട് വരിക. ഗ്രാഫ് സ്ട്രെയിറ്റ് ലൈനേ വരുള്ളൂ. അതിനുശേഷം നമ്മളോട് എന്താണ് അതിൽ കണ്ടുപിടിക്കാൻ പറയുന്നത്? ഡിസ്റ്റൻസ് ട്രാവൽ ബൈ ദ ബോഡി ഈസ് 2 യൂണിറ്റ് ആണെങ്കിൽ വർക്ക് ഡൺ എത്രയാണ് വരുന്നത്? അത് ഗ്രാഫ് എന്ന് കണ്ടുപിടിക്കണം. ഇത് കറക്റ്റായിട്ട് ഇങ്ങനെ വരിക നിങ്ങൾ സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട്. വരഞ്ഞതിന് ശേഷം ഡിസ്റ്റൻസ് ട്രാവൽഡ് 2 യൂണിറ്റ്, അതായത് എക്സ് 2 യൂണിറ്റ് ആണെങ്കിൽ y എത്രയാ വരിക? നമുക്ക് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാവും y എത്രയാണ്. ഇതിൽ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് 2 10 ആണ് y വരുന്നത്. അപ്പം y 10 ഗ്രാഫ് ഒന്ന് കണ്ടുപിടിക്കാനാണ് പറയുന്നത്. പിന്നെ ഒന്ന് പറയുന്നത് 0 യൂണിറ്റ്, ഡിസ്റ്റൻസ് ട്രാവൽ ബൈ ദ ബോഡി 0 യൂണിറ്റ് ആണെങ്കിൽ y എന്തായിരിക്കും? 0. ഈ പോയിന്റ് 0 0. അപ്പൊ ഗ്രാഫ് ഒന്ന് നമുക്ക് കിട്ടും. x 2 ആവുമ്പോൾ ഇവിടെ y 10 ആണ്. ഈ പോയിന്റ് എന്ന് പറയുന്നത് 1ഉം 5ഉം ആണ്. അപ്പൊ ഇങ്ങനെ ഇതിൽ നിന്ന് തന്നെ കണ്ടുപിടിക്കുക. ആറാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞ് ഇനി ഏഴാമത്തെ. Seventh question. Yamini and Fatima, 2 students of class 9th of school, together contributed ₹100 towards the Prime Minister's Relief Fund to help the
earthquake victims, write a linear equation which satisfies this data. You may take their contribution as rupees x and rupees y. അപ്പോൾ രണ്ടാളതും കൂടി പറയുമ്പോൾ നമ്മൾ ഒരാളത്തെ എക്സ് ഒരാൾ വൈ ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ രണ്ടുപേരതും കൂടിയാവുമ്പോൾ എന്താവും, എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 100. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഇതിനെ നമുക്ക് ഗ്രാഫ് വരികയേ വേണ്ടു, എളുപ്പമാണ്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി y ഈക്വൽ ടു 100 മൈനസ് എക്സ് ഇങ്ങനെ എഴുതണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാം പോയിന്റ്, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിൽ എക്സ് വൈ, അപ്പം ഞാൻ എക്സിന് 0 കൊടുക്കുകയാണെങ്കിൽ നമുക്ക് 0 കൊടുത്തു കഴിഞ്ഞാൽ വലിയ പോയിന്റിൽ നമ്മൾ ഗ്രാഫ് വരയുമ്പോൾ പോയിന്റ്സ് എടുക്കേണ്ടി വരും. അല്ലെങ്കിൽ വലിയ നമ്പേഴ്സ് കൊടുക്കുക. എക്സിന് 50 കൊടുക്കുന്നു വിചാരിക്കുക. എക്സിന് 50 ആണ് കൊടുക്കുന്നതെങ്കിൽ വൈ എന്ത് വരും, 100 മൈനസ് 50 വരും. അപ്പോൾ 100 മൈനസ് 50 ആയി ആദ്യത്തേത്. ഇനി നമ്മൾ എക്സിന് 40 കൊടുക്കുന്നു വിചാരിക്കുക. എക്സിന് 40 ആണ് കൊടുക്കുന്നതെങ്കിൽ വൈ എന്താവും, 60 ആവും. എക്സിന് 30 ആണ് കൊടുക്കുന്നതെങ്കിൽ വൈ 70 ആവും. എന്നിട്ട് ഗ്രാഫ് വരിക. അപ്പം നിങ്ങൾ ഗ്രാഫ് വരയുമ്പോൾ ഇതിന് വലിയ പോയിന്റ്സ് എടുത്താൽ മതി. ഒന്നുമില്ലെങ്കിൽ 10, 20, 30, 40, 50 അങ്ങനെ എടുത്താൽ മതി. അപ്പോൾ നമുക്ക് വരയാൻ എളുപ്പമുണ്ടാവും. 70 അതുപോലെ 10, 20 ഇങ്ങനെ എടുത്തിട്ട് കറക്റ്റായിട്ട് പോയിന്റ് മാർക്ക് ചെയ്ത് 50 ഇവിടെയും കറക്റ്റ് 50 മാർക്ക് ചെയ്യുക. റഫായിട്ടൊന്ന് കാണിച്ചു. 40, 50, 60, 70 വരെയുള്ളത്. അപ്പോൾ 50 ഇവിടെ 50. അപ്പോൾ രണ്ടിനും കൂടി കറക്റ്റായിട്ട് പോയിന്റ് മാർക്ക് ചെയ്തതിൽ കറക്റ്റായിട്ട് കിട്ടൂല 50. അതുപോലെ എക്സ് ആക്സിസിൽ 40, വൈ ആക്സിസിൽ 60. അപ്പോൾ ഏകദേശം ഇങ്ങനെ വരും. ഇങ്ങനെയായാലും സ്ട്രെയിറ്റ് ലൈനേ വരുള്ളൂ. 30, 70 ഉണ്ടല്ലേ. എന്നിട്ട് നമ്മളിങ്ങനെ നേരെ സ്കെയിൽ വെച്ചിട്ട് നേരെ വരികയോ ടച്ച് ചെയ്യുന്നതല്ല അതിൻ്റെ സൊല്യൂഷൻ തന്നെയായിരിക്കും. നമ്മളിപ്പോൾ 3 മാത്രം കണ്ടുപിടിച്ചതുകൊണ്ട് അത് മാത്രം ഗ്രാഫിൽ പോയിന്റ്സ് വരുന്നതാണ്. ഇനി അതിലൊരു ക്വസ്റ്റ്യനും കൂടിയുണ്ട്. എയ്ത്ത് ക്വസ്റ്റ്യൻ. In countries like USA and Canada, temperature is measured in Fahrenheit, whereas in countries like India, it is measured in Celsius. Here is a linear equation that converts Fahrenheit to Celsius. നിങ്ങൾ സയൻസിൽ പഠിച്ചിട്ടുണ്ടാവും. F is equal to ഇവിടെ നമ്മളെ കണ്ടീഷൻ 9/5 C plus 32. ഫാരൻഹീറ്റ്, സെൽഷ്യസ് ഇങ്ങനെയെല്ലാം നമ്മൾ പഠിച്ചിട്ടുള്ളതല്ലേ. അപ്പോൾ ഇതിൽ ഡ്രോ ദ ഗ്രാഫ് ഓഫ് ദ ലീനിയർ ഇക്വേഷൻ അബോവ് യൂസിങ് സെൽഷ്യസ് ഫോർ എക്സ് ആക്സിസ് ആൻഡ് ഫാരൻഹീറ്റ് ഫോർ വൈ ആക്സിസ്. അത് നിങ്ങൾ വരയുമ്പോൾ എക്സ് ആക്സിസിൽ സെൽഷ്യസ്, ഇവിടെ സെൽഷ്യസ് എടുക്കുക, ഇവിടെ ഫാരൻഹീറ്റ് എടുക്കുക, അത്രയേ ഉള്ളൂ അതിൽ. എന്നിട്ട് നമുക്കിപ്പോൾ ഇവിടെ ഗ്രാഫ് വരയണമെങ്കിൽ എന്ത് വേണം, പോയിന്റ്സ് കണ്ടുപിടിക്കണം. F is equal to 9/5 C plus 32 ഉള്ളത്. അപ്പൊ ആദ്യം നമുക്ക് സിക്ക് 0 കൊടുത്തു നോക്കാം. C 0 കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, ഇത് ഫുള്ള് 0 ആവും. F എന്ന് പറയുന്നത് 32 കിട്ടും. ഇതിൽ പോയിന്റ് കണ്ടുപിടിക്കുമ്പോൾ കുറച്ച് ശ്രദ്ധിക്കണം. കാരണം ഈ 5 കൊണ്ട് ക്യാൻസൽ ചെയ്യാൻ പറ്റുന്ന വിധത്തിലുള്ള വാല്യൂ വേണം നമുക്ക് സി കൊടുക്കാൻ വേണ്ടിയിട്ട്. ഫ്രാക്ഷനിൽ വന്നു കഴിഞ്ഞാൽ ഗ്രാഫിൽ നമുക്ക് പോയിന്റ്സ് മാർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാവും. അപ്പൊ അതുകൊണ്ട് അത് ഒഴിവാക്കാനായിട്ട് ഇവിടെ 5ൽ ക്യാൻസൽ ആവുന്ന വിധത്തിലുള്ള വാല്യൂ നമ്മൾ സിക്ക് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഫാരൻഹീറ്റ് കറക്റ്റ് ആയിട്ട് കിട്ടും. അപ്പൊ ഞാൻ ആദ്യം C 0 കൊടുത്തു. C 0 കൊടുക്കുമ്പോൾ ഇത് ഫുള്ള് 0 ആയിപ്പോയി. ഫാരൻഹീറ്റ് 32 കിട്ടി. നമ്മുടെ ബോക്സ് നമ്മൾ എക്സ് ആക്സിസിൽ സെൽഷ്യസ് ആണ് എടുത്തിട്ടുള്ളത്, വൈ ആക്സിസിലാണ് ഫാരൻഹീറ്റ് എടുത്തിട്ടുള്ളത്. അപ്പൊ സിന്റെ വാല്യൂ ആണ് നമുക്ക് ഇവിടെ 0, ഫാരൻഹീറ്റ് 32. അതുപോലെ ഇനിയിപ്പോ നമ്മൾ 40 കൊടുക്കുകയാണെന്ന് വിചാരിക്കും. സിക്ക് 40 കൊടുക്കുകയാണെങ്കിൽ ക്യാൻസൽ ആവും. 35 5 കൊണ്ട് വരുന്നതെല്ലാം ക്യാൻസൽ ആവും. ഇപ്പൊ സി നമുക്ക് അടുത്തത് 5 കൊണ്ട് ക്യാൻസൽ ചെയ്യാൻ പറ്റുന്ന സിക്ക് നമുക്ക് 10 കൊടുത്തു നോക്കാം. 10 കൊടുക്കുകയാണെങ്കിൽ എഫ് എന്ന് പറയുന്നത് എന്ത് കിട്ടും, 9/5 ഇൻറ്റു 10 പ്ലസ് 32. ഇതില് 5 കൊണ്ട് ക്യാൻസൽ ആയി 2 ആയി. 18 പ്ലസ് 32, 18 പ്ലസ് 32 50 വരും അല്ലെ. അപ്പൊ എഫ് 50 ആണ് വരുന്നത്. ഇവിടെ സി 10, എഫ് 50. അതുപോലെ അടുത്ത ഒരു പോയിന്റ് നമുക്ക് C is equal to 15 കൊടുത്തു നോക്കാം. C 15 കൊടുക്കുന്ന സമയത്ത് 9/5 ഇൻറ്റു 15 പ്ലസ് 32.
അപ്പോൾ എന്താ ഇവിടെ 3 27 പ്ലസ് 32 27 പ്ലസ് 32 എന്ന് പറയുമ്പോൾ 59 വരും 59ഉം ഇവിടെ 15. ഇനി ഈ പോയിന്റ്സ് വെച്ചിട്ട് നിങ്ങൾ ഗ്രാഫ് വരിയാനുള്ള എല്ലാവർക്കും അറിയാലോ. അപ്പോൾ അതിൽ തന്നെ ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ് ദ ടെമ്പറേച്ചർ ഈസ് 30 ഡിഗ്രി സെൽഷ്യസ് വാട്ട് ഈസ് ദ ടെമ്പറേച്ചർ ഇൻ ഫാരൻഹീറ്റ് ആണ് ചോദിക്കുന്നത്. ടെമ്പറേച്ചർ അതായത് സി 30 ഡിഗ്രി ആവുമ്പോൾ നമുക്ക് ഫാരൻഹീറ്റ് എത്രയാണ് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുള്ളൂ, എളുപ്പമാണ്. 9/5 ഇൻറ്റു 30 പ്ലസ് 32 ഇത് ക്യാൻസലായി 6. അപ്പോൾ 54 പ്ലസ് 32 86 വരും. ഫാരൻഹീറ്റ് 86 വന്നു. ഇനി അടുത്തത് തേർഡ് ക്വസ്റ്റ്യൻ വരുന്നത്, ഇഫ് ദ ടെമ്പറേച്ചർ ഈസ് 95 ഡിഗ്രി ഫാരൻഹീറ്റ് വാട്ട് ഈസ് ദ ടെമ്പറേച്ചർ ഇൻ സെൽഷ്യസ്. അപ്പോൾ സെൽഷ്യസിലുള്ളതാണ് കാണുന്നത്. ഫാരൻഹീറ്റ് 95 എന്ന് തന്നിട്ടുണ്ട്. ഫാരൻഹീറ്റ് അല്ലേ തന്നിട്ടുള്ളത്. ഇഫ് ദ ടെമ്പറേച്ചർ ഈസ് ഫാരൻഹീറ്റ് 95 എന്ന് തന്നിട്ടുണ്ട്. സെൽഷ്യസ് കണ്ടുപിടിക്കണം. അപ്പൊ 95 ഈക്വൽ ടു 9/5 ഇൻറ്റു സി പ്ലസ് 32. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇതാണ്. അപ്പൊ അതവിടെ വെക്കുക. 9/5 സി ഈസ് ഈക്വൽ ടു 95 മൈനസ് 32. 95 മൈനസ് 32 ചെയ്യുന്ന സമയത്ത് നമുക്ക് 63 കിട്ടും. 9/5 സി ആണ് 63. ഇനി എന്ത് ചെയ്യണം? സി എന്ന് പറയുന്നത് 63 ഇൻറ്റു 5 ഡിവൈഡ് ബൈ 9. അതായത് ഇത് ഇപ്പുറത്തെ സൈഡ് പോകുമ്പോൾ ഡിവിഷൻ ആവുക, ഒന്നല്ലെങ്കിൽ തിരിച്ചെഴുതുക, അല്ലെങ്കിൽ ഇൻറ്റു 5. ഈ 9 എന്താവും? ഡിവൈഡ് ബൈ 9 ആയിട്ട് മാറും. 35 ആണ് സി കിട്ടുന്നത്. അപ്പോൾ സി 35 വന്ന്. ഇനി അതിൽ തന്നെ അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ് ദ ടെമ്പറേച്ചർ ഈ 0 ഡിഗ്രി സെൽഷ്യസ്, ടെമ്പറേച്ചർ 0 ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ ഫാരൻഹീറ്റ് എന്താണെന്നുള്ളത് കണ്ടുപിടിക്കും. ഇതിലെല്ലാം ഇതിന്റെ വാല്യൂ ഇങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുള്ളൂ. അപ്പോൾ 0 ആവുമ്പോൾ നമുക്ക് നമ്മൾ നേരത്തെ പോയിന്റ് കണ്ടുപിടിക്കാൻ വേണ്ടി കണ്ടുപിടിച്ചത് തന്നെയാണ് അത്, ഗ്രാഫ് വരയാൻ വേണ്ടി. ഇത് 0 ആവുമ്പോൾ എന്താണ്? എഫ് ഇസ് ഈക്വൽ ടു 32 വരും. സി 0 ആണ്. സി 0 ആയി കഴിഞ്ഞാൽ എഫ് 32 ഫാരൻഹീറ്റ് കിട്ടി. ഇനി അതിൽ തന്നെ ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്നാണ്? അഞ്ചാമത്തത്, ഈസ് ദർ എ ടെമ്പറേച്ചർ വിച്ച് ഈസ് ന്യൂമറിക്കലി ദ സെയിം ഇൻ ബോത്ത് ഫാരൻഹീറ്റ് ആൻഡ് സെൽഷ്യസ് ഇഫ് എസ് ഫൈൻഡ് ഇറ്റ്. ഇത് നമ്മൾ പഠിച്ചത് തന്നെയാണ് സയൻസിൽ. രണ്ടും ഈക്വൽ ആയിട്ട് വരുന്നത് -40 ഡിഗ്രി സെൽഷ്യസിലായിരിക്കും. അവിടെ നമ്മൾ കണ്ടുപിടിക്കുക എങ്ങനെയാണെന്നുള്ളത്. അതായത് രണ്ടും ഈക്വൽ ആയിട്ട് വരികയാണ്. അപ്പൊ നമ്മൾ എഫും സിയും ഇവിടെ എക്സ് ആയിട്ട് എടുക്കുക. എന്നിട്ട് അതിനുശേഷം ഏത് ഡിഗ്രിയിലാണ് അത് സെയിം ആയിട്ട് വരുന്നത് എന്നുള്ളത് കണ്ടുപിടിക്കണം. അപ്പൊ എക്സ് ഇസ് ഈക്വൽ ടു 9/5 ഇൻറ്റു എക്സ് പ്ലസ് 32. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എക്സ് ആയതുകൊണ്ട് ഇതിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരിക. എക്സ് മൈനസ് 9/5 എക്സ് ഈക്വൽ ടു 32. ഇനി 5x മൈനസ് 9x ഹോൾ ഡിവൈഡ് ബൈ 5 ഈക്വൽ ടു 32. ഷോർട്ട് ആക്കി കൊണ്ടുവരുന്നുണ്ട്. രണ്ടും ഈക്വൽ ആയിട്ട് വരുന്നത് ഏത് ഇതിലാണെന്നുള്ളതാണ്. ഈസ് ദർ എ ടെമ്പറേച്ചർ വിച്ച് ഈസ് ന്യൂമറിക്കലി ദ സെയിം ഇൻ ബോത്ത് ഫാരൻഹീറ്റ് ആൻഡ് സെൽഷ്യസ്. അതുകൊണ്ടാണ് നമ്മൾ രണ്ടും എക്സ് ആയിട്ട് എടുത്തത്. എക്സ് ആയിട്ട് എടുത്തിട്ട് എക്സിന്റെ വാല്യൂ ഷോർട്ട് ആക്കിയിട്ട് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കുക വേണ്ടു. അപ്പൊ ഇതും എക്സ് ഇതും എക്സ് എന്നിട്ട് രണ്ടും ഒരു സൈഡിലാക്കുക. അതിനുശേഷം ഷോർട്ട് ആക്കുക. 5x മൈനസ് 9x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായി? -4x. ഈ ഡിനോമിനേറ്ററിലുള്ള 5 ഇപ്പുറത്തെ സൈഡിലേക്ക് പോകുമ്പോൾ എന്താവും? ഇൻറ്റു ആവും. 32 ഇൻറ്റു 5 അപ്പോൾ 160. അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു 160 ബൈ -4. -4 എന്തായി? -40. അപ്പോൾ -40യിലാണ് രണ്ടിലും ഈക്വൽ ടെമ്പറേച്ചർ വരുന്നത്. അപ്പോൾ ഈ എക്സസൈസ് കഴിഞ്ഞു. അടുത്തത് ഇനി ഒരു എക്സസൈസും കൂടിയേ ഉള്ളൂ അതിൽ. അപ്പോൾ അത് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.